നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. നിമിഷപ്രിയയുടെ തൂക്കിലേറ്റാനുള്ള ആ ഒരു വിധി അത് മരവിപ്പിച്ചതാണോ, അതോ ഇനി എന്നേക്കുമായിട്ട് അങ്ങനെ ഒരു വിധി നടപ്പാക്കില്ലെന്നാണോ? തലാലിൻ്റെ കുടുംബം മറ്റൊരു രീതിയിലേക്ക് ചിന്തിക്കുന്നു. പല കാര്യങ്ങളാണല്ലോ സാറേ കേൾക്കുന്നത്. അതായത് തലാലിൻ്റെ സഹോദരൻ, അതായത് മഹ്ദി, മറ്റേ തലാലിൻ്റെ സഹോദരൻ അബ്ദുൾ ഫത്ത മഹ്ദി ആണ് സഹോദരൻ. മറ്റേ നിമിഷപ്രിയയുടെ കൂടെ ഉണ്ടായിരുന്ന ആള് തലാൽ അബ്ദോ മഹ്ദി. അദ്ദേഹത്തിന്റെ സഹോദരൻ അബ്ദുൾ ഫത്ത മഹ്ദി ആണ് സ്ഥിരം ഫേസ്ബുക്കിൽ എഴുതിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം എഴുതിയിരുന്ന ഒരു പോസ്റ്റ്, പിന്നെ വധശിക്ഷയുടെ തീയതി ഉടനെ തീരുമാനിക്കണം എന്ന് പറഞ്ഞ് പ്രോസിക്യൂഷനെ സമീപിക്കുന്നതായിട്ട് പറഞ്ഞിരുന്നു. ഇന്നലെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പോസ്റ്റിലെ പ്രധാനപ്പെട്ട വാചകം ഇതാണ്: തലാലിൻ്റെ മാതാപിതാക്കളുമായി നേരിട്ടോ അല്ലാതെയോ ഉള്ള കാന്തപുരത്തിൻ്റെ ഓഫീസിൻ്റെയോ ഹബീബ് ഒമർ ഇബിൻ ഹഫീസിൻ്റെ ഓഫീസോ നടത്തുന്ന ആശയവിനിമയങ്ങൾ വിലക്കിയിരിക്കുന്നു. ഇസ്ലാം മതം സത്യമതമാണ്. അത് വ്യാജമോ കൃത്രിമമോ ആയ മതമല്ല. എന്തെങ്കിലും ഒരു വാർത്ത ഉണ്ടായിരുന്നെങ്കിൽ, വധശിക്ഷ റദ്ദാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ആദ്യമേ ഞങ്ങൾ പറഞ്ഞേനെ. ഇതാണ് വാചകം. ഈ വാചകത്തിലുള്ള പ്രധാനപ്പെട്ട സംഗതി, ഈ ഹബീബ് ഒമർ ഇബൻ ഹഫീസ് എന്നതിൽ പറയുന്നുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ഓഫീസോ മറ്റോ ഞങ്ങളുമായി നടത്തുന്ന ആശയവിനിമയങ്ങൾ ഞങ്ങൾ വിലക്കിയിരിക്കുന്നു എന്ന്. അതാണ് ഈ സൂഫി പണ്ഡിതൻ, കാന്തപുരം പറയുന്ന സൂഫി പണ്ഡിതനാണ് ഹബീബ് ഒമർ ഇബൻ ഹഫീസ്. കാന്തപുരത്തിൻ്റെ ചില സെമിനാറുകളോ മീറ്റിങ്ങുകൾക്കൊക്കെ വന്നിട്ടുള്ള യമനിൽ നിന്നുള്ള സൂഫി പണ്ഡിതനാണ് അങ്ങേര്. അപ്പോൾ ഈ സൂഫി പണ്ഡിതനായാലും കൊള്ളാം, കാന്തപുരം ആയാലും കൊള്ളാം, ഞങ്ങളുടെ കുടുംബവുമായി അവർക്ക് ബന്ധപ്പെടാൻ പറ്റില്ല, ഞങ്ങൾ ബന്ധപ്പെടുന്നത് അംഗീകരിക്കുകയില്ല. അതിന് കാരണമായിട്ടാണ് പറയുന്നത് ഇസ്ലാം മതം സത്യമതമാണ്. അപ്പോൾ ഇസ്ലാം മതത്തിൽ എന്താണോ ഒരു കൊലപാതകയ്ക്ക്, ഇതുപോലുള്ളൊരു കൊലപാതകയ്ക്ക് അല്ലേ, കാഫിറായ കൊലപാതകയ്ക്ക്, അതാണല്ലോ. ഇസ്ലാമിൽ തന്നെയുള്ള ആളല്ലല്ലോ നിമിഷപ്രിയ. അല്ല. അപ്പോൾ അവർക്ക് എന്താണോ വിധിച്ചിരിക്കുന്നത് അത് തന്നെയാണ് ഇസ്ലാം മതത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് കൊടുക്കേണ്ടത്. വധശിക്ഷ റദ്ദാക്കിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണെങ്കിൽ അത് ആദ്യമേ ഞങ്ങൾ പറഞ്ഞേനെ. ഈ തലാലിൻ്റെ ഈ സഹോദരൻ പറഞ്ഞതിനോട് ചേർന്ന് പോകുന്നതാണ് നമ്മുടെ വിദേശകാര്യ വക്താവ് രൺദീപ് ജയ്സ്വാൾ പറഞ്ഞിരിക്കുന്നത്. കാരണം ഇത്തരം വിവരങ്ങളൊന്നും ഞങ്ങൾക്കില്ല. അപ്പോൾ കാന്തപുരത്തിൻ്റെ ഇതൊക്കെ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞ ആള് ആയിട്ട് ബന്ധപ്പെട്ട് എനിക്ക് അങ്ങനെ ഒരു വിവരമില്ല. നിങ്ങൾ പറഞ്ഞ ആളെന്നേ പറയുന്നുള്ളൂ, അത്രേ പറഞ്ഞുള്ളൂ. കാന്തപുരം എന്ന് പറഞ്ഞില്ല രൺദീപ് ജയ്സ്വാൾ. നിങ്ങൾ പറഞ്ഞ ആള് ഇങ്ങനെയൊക്കെ ചെയ്തതായിട്ട് ഒരു വിവരവും എനിക്കില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ കാന്തപുരം നേരത്തെ പറഞ്ഞിരുന്നത് ഞാനെൻ്റെ മനുഷ്യനെന്ന കടമ നിർവഹിച്ചതാണ്, ഒരു അംഗീകാരത്തിനും വേണ്ടിയല്ല, ക്രെഡിറ്റ് ഒന്നും വേണ്ട എന്ന് കാന്തപുരം പറഞ്ഞിരുന്നു. അത്രയും നല്ലതാണ്. പക്ഷെ ക്രെഡിറ്റ് ഒന്നും വേണ്ട എങ്കിൽ അദ്ദേഹം ഇത് മുഴുവൻ അവകാശപ്പെട്ടിട്ട് പത്രസമ്മേളനം നടത്തിയത് എന്തിനാണ് എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ സൂഫി നേതാവ് ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹാഫിസിൻ്റെ പ്രതിനിധികൾ തലാൽ കുടുംബത്തിനെ കണ്ടു എന്ന് കാന്തപുരം പറഞ്ഞിരുന്നു. പക്ഷെ അങ്ങനെ ഒരു സംഭവം നടന്നതായി ഈ തലാലിൻ്റെ കുടുംബം, സഹോദരൻ പറയുന്നില്ല. അപ്പോൾ അങ്ങനെ കാണുകയും ഈ സൂഫി പണ്ഡിതൻ കാണുകയും വധശിക്ഷ മാറ്റിവെക്കുകയുമായിരുന്നു. വധശിക്ഷ റദ്ദാക്കിയിട്ടില്ലല്ലോ, മാറ്റിവെച്ചു എന്നല്ലേ കാന്തപുരം പറഞ്ഞിട്ടുള്ളൂ. മാറ്റിവെക്കുകയായിരുന്നു എന്ന്. ഇത് തലാലിൻ്റെ സഹോദരൻ തള്ളിക്കളഞ്ഞു. അങ്ങനെ തന്നെ ഒരു സംഭവം സൂഫി പണ്ഡിതൻ ഞങ്ങളെ കണ്ടിട്ടില്ല, സൂഫി പണ്ഡിതൻ ഇടപെട്ടിട്ടല്ല. ഇത് 2016 മുതലോ മറ്റോ ഉള്ളതല്ലേ വധശിക്ഷ. അതിടയ്ക്ക്
മാറ്റിവെക്കുക. 2016 വെച്ചിട്ട് ഇതുവരെ നടപ്പാക്കിയിട്ടില്ലല്ലോ. ഇല്ല. അത് ഇവര് പറഞ്ഞിട്ടൊന്നും ആയിരിക്കണം എന്നില്ലല്ലോ. വിദേശകാര്യ വകുപ്പും ഒക്കെ ഇടപെടുന്നുണ്ടല്ലോ അതിൻ്റെ അകത്ത്. അപ്പോൾ 2 ദിവസം മുമ്പ് ഈ സഹോദരൻ പറഞ്ഞിരുന്നത് പുതിയ തീയതി നിശ്ചയിക്കണം. എന്നിട്ട് അങ്ങേര് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ പകരം വീട്ടലേ ഇതിൻ്റെ അകത്തുള്ളൂ, അതിന് പകരമായി ഒന്നും തന്നെ ഇല്ല, റിട്രിബ്യൂഷൻ എന്നാണ് അദ്ദേഹം ഇപ്പം ഇംഗ്ലീഷിലാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇത് മൊത്തത്തിൽ അദ്ദേഹത്തിൻ്റെത് വായിച്ചു കഴിഞ്ഞാൽ കുറെ മലയാളികൾ തന്നെ അദ്ദേഹത്തിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ ഇസ്ലാം നിയമപ്രകാരം പകരം വീട്ടലിന് പകരമായി ഒന്നുമില്ല. ഒരാളെ കൊന്നതാണല്ലോ, അപ്പൊ വധശിക്ഷയാണ് തിരിച്ചു കൊടുക്കേണ്ടത്. അതിന് പകരമായിട്ട് ഞങ്ങളൊന്നും കാണുന്നില്ല. അവരീ മറ്റേ ചോരപ്പണത്തിന് ഇതുവരെ വഴങ്ങിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഇതൊക്കെ പറയുമ്പോൾ ആ കുടുംബത്തിൽ തർക്കമുണ്ടെന്നാണല്ലോ മനസ്സിലാകുന്നത്. ഇവിടെ നമുക്ക് മനസ്സിലാകുന്നില്ല. ഈ വ്യാഖ്യാനിക്കുന്നവർക്ക് ഇത് പറയുന്ന അങ്ങനെയാ. ഈ സഹോദരന് ഒരു അഭിപ്രായമാണ്, വേറെ ആളുകൾക്ക് വേറെ അഭിപ്രായമാണെന്നാണല്ലോ ഈ ആക്ഷൻ കൗൺസിൽ തുടങ്ങിയ ആളുകൾ പറയുന്ന. ഇതെങ്ങനെ അറിയാനാണ്? ഈ ആക്ഷൻ കൗൺസിലിന്റെ ഒരാൾ പോലും തലാലിന്റെ കുടുംബമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ലല്ലോ ഇതുവരെ. ഇല്ല. ആ സുഭാഷ് എന്ന് പറഞ്ഞ സുഭാഷ് ചന്ദ്രൻ എന്ന് പറഞ്ഞ ഒരാളും പറഞ്ഞിട്ടുണ്ട്. ചോദിക്കുമ്പോ നിങ്ങൾ കണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇല്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇതൊരു ഗോത്ര പ്രദേശമാണിത്. അതൊരു ഗോത്രമാണല്ലോ തലാലിന്റെ. അവിടെ ഗോത്ര മൂപ്പനും കാര്യങ്ങളും അങ്ങനത്തെ തീരുമാനങ്ങളുമാണ്. നമ്മുടെ നാട്ടിൽ ഈ ഘാപ്പ് പഞ്ചായത്തൊക്കെ ഇല്ലേ വടക്കേ ഇന്ത്യയില്, ഹരിയാനയിലും ഒക്കെ സമാനമായി അങ്ങനെ അവരാണ് തീരുമാനിക്കുന്നത്. ആ ഗോത്രമാണ്. ആ ഗോത്ര മൂപ്പൻ തീരുമാനിക്കാതെ കാര്യങ്ങളൊന്നും നടക്കില്ല. ഇവരാരും തലാലിന്റെ സഹോദരനെ കണ്ടിട്ടില്ല, തലാലിന്റെ കുടുംബത്തിനെ കണ്ടിട്ടില്ല. ഈ സൂഫി പണ്ഡിതനും കണ്ടതായിട്ട് പറയുന്നില്ലല്ലോ. സൂഫി പണ്ഡിതന്റെ പ്രതിനിധികൾ കണ്ടു എന്നല്ലേ പറയുന്നത്. അപ്പോൾ പക്ഷെ അത് തലാലിന്റെ കുടുംബത്തിന് അറിയില്ല ഇങ്ങനെ കണ്ടതായിട്ടൊന്നും, ചർച്ച നടന്നതായിട്ടൊന്നും അവര് പറയുന്നില്ല. ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്ന് സഹോദരൻ ഇപ്പോഴും പറയുന്നത്. അപ്പോൾ നമ്മുടെ വിദേശകാര്യ വകുപ്പ് കാന്തപുരത്തിന്റെ ഈ ഇതിലുള്ള പങ്കിനെ സംബന്ധിച്ച് പ്രതികരിക്കുന്നില്ല. അങ്ങനെ ഒരു പങ്കുള്ളതായിട്ട് പറയുന്നുമില്ല. അപ്പൊ കഴിഞ്ഞ മാസം രൺദീപ് ജയ്സ്വാൾ പറയുന്നത് എനിക്കറിയില്ല, അങ്ങനെ ഒരു പങ്കിനെ പറ്റിയും ചർച്ച നടന്നതിനെ പറ്റിയും അറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിദേശകാര്യ വകുപ്പ് ഔദ്യോഗികമായിട്ട് യമനിലെ പ്രതിനിധികളൊക്കെ ആയിട്ടാണല്ലോ സംസാരിക്കുക. അവരിൽ നിന്ന് ഒരു ഇൻഫർമേഷനും നമ്മുടെ വിദേശകാര്യ വകുപ്പിന് ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഇന്നലെ തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മഹ്ദി വീണ്ടും എഴുതിയിരിക്കുന്നു, കാന്തപുരത്തിന്റെ ഓഫീസോ ആ സൂഫി പണ്ഡിതന്റെ ഓഫീസോ ഞങ്ങളുമായി ബന്ധപ്പെടുന്നത് ഞങ്ങൾ വിലക്കിയിരിക്കുന്നു എന്ന്. ഈ കാന്തപുരത്തിന്റെ ചിത്രവും പത്രസമ്മേളനത്തിന്റെ ചിത്രമൊക്കെ ആ പോസ്റ്റിന്റെ ചുട്ടിലുണ്ട്. ഈ ആക്ഷൻ കൗൺസിലിന്റെ മറ്റൊരു വാദം എന്ന് പറയുന്നത് ഈ തലാലിന്റെ, അതായത് മരിച്ചുപോയ തലാലിന്റെ ഉപ്പ ഉമ്മ അവരുടെ മക്കൾ ഇവർ തീരുമാനിച്ചാൽ മതി, തലാലിൻ്റെ ഈ സഹോദരൻ അക്കാര്യത്തിൽ തീരുമാനം എടുക്കണം. എന്ന് വെച്ചാൽ യമനിലെ നിയമം അനുസരിച്ച് കൂടുതൽ രക്തബന്ധം എന്ന് പറയുന്നത് അവർക്കാണ്, അതുകൊണ്ട് അവരായിരിക്കും തീരുമാനിക്കുന്നത്, സഹോദരനെ തള്ളുന്നു, ഈ രീതിയിലൊക്കെ ചില വാർത്തകൾ പ്രചരിക്കുന്നു. സത്യം നമുക്കും അറിയില്ല. അങ്ങനെയൊക്കെ ഉണ്ടാകുമോ? ആക്ഷൻ കൗൺസിൽ പറയുന്നത് നമ്മളെങ്ങനെ വിശ്വസിക്കാനാണ്? ഞാൻ നേരത്തെയും പറഞ്ഞില്ലേ, ആ സുഭാഷ് ചന്ദ്രൻ എന്ന് പറഞ്ഞ ആള് പറഞ്ഞത് ഞങ്ങൾ തലാലിന്റെ കുടുംബമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ്. അതുകൊണ്ടാണല്ലോ ആ ഭാഗം ഞാൻ വിശദീകരിച്ചത്. അതൊരു ഗോത്ര മേഖലയാണ്, കൂടുതൽ രക്തബന്ധം സഹോദരനില്ലേ. അല്ല, ഇവര് വ്യാഖ്യാനിക്കപ്പെടും. അത് മീൻസ് മാധ്യമങ്ങളിലൂടെ അതങ്ങ് പ്രചരിപ്പിക്കുക. നമുക്ക് അവരങ്ങനെ പറയുന്നുണ്ടെന്നുള്ളത് ഞാനും നേരത്തെ പറഞ്ഞത്. അത് നമുക്ക് അറിയില്ലല്ലോ. ഇവരുടെ നിന്ന് പറയുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് ഇവര് തലാലിന്റെ കുടുംബമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ്. ആക്ഷൻ കൗൺസിൽ ആക്ഷൻ കൗൺസിലിന് ആകെ അറിയാവുന്ന കാന്തപുരം പറഞ്ഞ കാര്യമാണ്. കാന്തപുരത്തിന്റെ ഓഫീസോ ഈ സൂഫി പണ്ഡിതന്റെ ഓഫീസോ ഒക്കെ തലാൽ കുടുംബമായിട്ട് ബന്ധപ്പെട്ടതായിട്ട് തലാൽ കുടുംബം മനസ്സിലാക്കുന്നത് ഇവിടുത്തെ മാധ്യമങ്ങളിൽ കണ്ട വാർത്തകൾ വെച്ചിട്ടാണ്. ആ വീടുമായിട്ട് ബന്ധപ്പെട്ടതായിട്ട് അവർക്കറിഞ്ഞുകൂടുന്നേ, ആ വീട്ടുകാർക്ക്. ആ വീട്ടിലുള്ള ആളാണല്ലോ തലാലിന്റെ സഹോദരൻ. ഈ തലാലിന്റെ സഹോദരൻ തന്നെയാണ് പറയുന്നത്, ഞാൻ അഡീഷണൽ സോളിസിറ്റർ ജനറലെ പോയി കണ്ടിട്ട് എന്നാണ് തൂക്കിക്കൊല്ലാൻ പറ്റുന്നത്, ദിവസം പറയൂ എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. അപ്പോൾ ഇവരുടെ ആത്യന്തികമായ ആവശ്യം നിമിഷപ്രിയയെ കൊല്ലുക എന്നുള്ളത് തന്നെയാണ്. ഇതിപ്പോൾ നീട്ടിവെച്ചു അല്ലെങ്കിൽ മരവിപ്പിച്ചു എന്നുള്ളത് മാത്രമല്ലേ ഉള്ളൂ. ആത്യന്തികമായി അവരെ കൊല്ലാനുള്ള സാധ്യത തന്നെയാണ്. അവർ പറഞ്ഞത് ഇസ്ലാമിന്റെ ഭാഗത്ത് നിന്നാണ് ഈ സഹോദരൻ സംസാരിക്കുന്നത്. കാന്തപുരം പറയുന്നത് ഇസ്ലാമിന്റെ ഭാഗത്ത് നിന്നല്ല കാന്തപുരം പറഞ്ഞത്, മനുഷ്യത്വം.
കാന്തപുരം ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്കുള്ള കടമ ഞാൻ നിർവഹിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇസ്ലാമിൽ എങ്ങനെയാണെന്നുള്ളതാണ് മറ്റേ ഒരു കാഫിർ ഒരു ഇസ്ലാമിനെ കൊന്നു കഴിഞ്ഞാൽ എന്ത് എന്നുള്ളതാണ് നോക്കുന്നതായിട്ടാണ് ഈ തലാലിന്റെ കുടുംബം പറയുന്നത്. അവർ കാശിനു വേണ്ടി വില പേശുന്നതായിട്ട് അവർ പറയുന്നില്ല. ഇന്നലത്തെ പോസ്റ്റിൽ അങ്ങേര് പറഞ്ഞിരിക്കുന്നത് പകരം വീട്ടുക എന്നതല്ലാതെ ഇതിന് വേറൊരു പരിഹാരമില്ല എന്നാണ്. അതുകൊണ്ടാണ് ഇത് ചർച്ച ചെയ്യണം എന്ന് എനിക്ക് തോന്നിയത്. മിനിഞ്ഞാന്ന് അങ്ങേര് തീയതി തീരുമാനിക്കണം എന്ന് പറഞ്ഞപ്പോഴും നമ്മൾ ചർച്ച ചെയ്തില്ല. ഇത് കടുംപിടുത്തത്തിൽ തന്നെ നിൽക്കുകയാണ്. ഇസ്ലാം ഇദ്ദേഹം പറയുന്നത് മതസിദ്ധാന്തമാണ് ഈ തലാലിന്റെ സഹോദരൻ പറഞ്ഞിരിക്കുന്നത് ആണല്ലോ. കാരണം എന്താന്ന് വെച്ചാൽ ഇസ്ലാം മതം സത്യമതമാണ്. ഇത് സത്യമതം എന്നുള്ളത് എല്ലാ മൊല്ലാക്കന്മാരും പറയുന്ന ഒരു കാര്യമാണ്. ഞാൻ മുമ്പ് ഈ ലവ് ജിഹാദിപ്പെട്ട ഒരു ഹിന്ദു പെൺകുട്ടിയോട് അച്ഛൻ ആവശ്യപ്പെട്ടു പോയി സംസാരിക്കുന്നുണ്ട്. ഞാനും ഞെട്ടിപ്പോയി. കുട്ടി മറ്റേ കോഴിക്കോടോ പൊന്നാനിയിലോ പോയി മതമൊക്കെ മാറി വന്നതാണ്. ഇത് സത്യമതമാണ് സാറേ എന്നോട് പറഞ്ഞു. അത് സത്യമതമാണ് അങ്കിൾ എന്നോട് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ വേറെ എന്തൊക്കെ പുകയിലാണ് ഈ മസ്തിഷ്ക പ്രക്ഷാളനം നടന്നിട്ട്. എന്ന് പറയുന്ന പോലെ ഇയാള് ഇസ്ലാം സത്യമതമാണ് എന്ന് ഇയാൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ അകത്തെ ചർച്ചയ്ക്ക് സ്കോപ്പില്ല. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതാ ഞാൻ പറയുന്നത്. ഇസ്ലാം സത്യമതമാണ്, ഇതിൽ റിട്രിബ്യൂഷൻ പകരം വീട്ടില് മാത്രമേ ഇനി ബാക്കിയുള്ളൂ എന്നയാൾ പറയുമ്പോൾ ഇതാണ് ചർച്ചയ്ക്ക് ആര് പോയാലും ഇങ്ങനെ പറയുന്നെങ്കിൽ പിന്നെ ചർച്ചയ്ക്ക് അതിൻ്റെ അകത്ത് സ്കോപ്പില്ല. ചോരപ്പണത്തിനെ പറ്റിയിട്ടുള്ള ചർച്ചയാണെങ്കിലല്ലേ ചർച്ച നടത്താൻ പറ്റുള്ളൂ. ഇയാൾ പറയുന്ന മതമാണ്. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.